ഇന്നത്തെ വീഡിയോയിൽ ഇൻഫിനിക്സിൻ്റെ നോട്ട് 12 ടെർബോയും ഇൻഫിനിക്സിൻ്റെ നോട്ട് 12 പ്രോ 5G എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് സ്മാർട്ട് ഫോണിൻ്റെ ഒരു കമ്പാരിസൺ പ്ലസ് റിവ്യൂ ആണ്. ഈ ഫോണിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്? 2000 രൂപ അല്ലെങ്കിൽ 2999 രൂപ എക്സ്ട്രാ നിങ്ങൾ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആദ്യം നമുക്ക് ഫിസിക്കലി ഉള്ള ഡിഫറൻസ് നോക്കാം. ഫിസിക്കലി നമ്മൾ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പുറകിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പുറകിൽ ഒരു ഫോണിൻ്റെ അകത്ത് 5G എന്നും കൊടുത്തിട്ടുണ്ട്, ഒരു ഫോണിൻ്റെ അകത്ത് 5G എന്നില്ല. അതാണ് ഡിഫറൻസ്. വേറെ ഒരു ഡിഫറൻസും ഈ ഫോണിൻ്റെ അകത്തില്ല. നിങ്ങൾ കണ്ടോ, ഏത് മുക്കും മൂല എടുത്തു കഴിഞ്ഞാലും ഒരു ഡിഫറൻസും ഇല്ല. ഇതിൻ്റെ അകത്ത് 5G എന്നവന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് 5G ഇല്ല. അപ്പോൾ ഇതാണ് ഫിസിക്കലി ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല, എല്ലാം കംപ്ലീറ്റ്ലി സെയിം ആണ്. ഒരു 5G എന്നുള്ളൊരു മാർക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിനകത്ത് വേറൊരു പരിപാടി ഉള്ളത്, ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5G 188 ഗ്രാമും ഇൻഫിനിക്സ് നോട്ട് 12 ടെർബോ 185 ഗ്രാമുമാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ഗ്രാമുകളുടെ ഡിഫറൻസ് ആണ് ഇതിനകത്ത് ഫിസിക്കലി ഉള്ളത്. ഇനി നമ്മൾ ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഡിവൈസിനും ഒരു പ്ലാസ്റ്റിക് ബിൽഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബിൽഡാണ്. കയ്യിൽ പിടിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രീമിയം ഫീലൊന്നും ഒരിക്കലും കിട്ടാൻ പോണില്ല, പ്രീമിയം ഫീൽ കിട്ടുന്നുമില്ല. പക്ഷേ ഇത് കൊള്ളാം. ഒരു ബ്ലോക്കി ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് എനിക്ക് ബ്ലോക്കി ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. ഐഫോണിൻ്റെയൊക്കെ പണ്ടത്തെ പോലെ, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഇറങ്ങുന്ന ഐഫോൺ 12 മുതൽ ഒരു ബ്ലോക്കി ഡിസൈനാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ബ്ലോക്കി ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഡിസ്പ്ലേയിലേക്ക് കിടക്കാം. ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ ഒരു കളർ AMOLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് ഇൻഫിനിക്സ് രണ്ട് ഫോണിനും കൊടുത്തിട്ടുള്ളത്. AMOLED ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റിഫ്രഷ് റേറ്റ് കൂട്ടിയിട്ടൊന്നുമില്ല, 60 റിഫ്രഷ് റേറ്റേ ഉള്ളൂ. അതൊരു പോരായ്മ തന്നെയാണ്, എടുത്തു പറയേണ്ട ഒരു പോരായ്മ തന്നെയാണ്. ഇതിനകത്ത് ഒരു 90 ഹെർട്സ് ഡിസ്പ്ലേയും കൂടി അവർ ഈ AMOLEDൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായേനെ. കളേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താ പറയട്ടെ, ഇത് AMOLED ആണെന്ന് ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും AMOLED ആണോ എന്നൊന്നും ഫീൽ ചെയ്യൂല. ശരിക്കും പറഞ്ഞാൽ IPSൻ്റെ ഒരു ഫീല് മാത്രമേ, ഗുമ്മ് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ഇൻഫിനിക്സിൻ്റെ IPS ഡിസ്പ്ലേസ് എല്ലാം അവർ നല്ലതുപോലെ കളർ കാലിബ്രേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതേ സെറ്റപ്പ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊരു AMOLED ഡിസ്പ്ലേ ആണ് എന്നുള്ള തരത്തിൽ എനിക്ക് ആ ഒരു എടുപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്യണ്ട. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ ഒരു പ്രൊട്ടക്ഷൻ രണ്ട് ഫോണിൻ്റെ അകത്തും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം റെസിസ്റ്റ് ചെയ്തോളൂ. ഇനി റാമും സ്റ്റോറേജിലേക്ക് കിടക്കാം. രണ്ട് ഫോണിൻ്റെ അകത്തും 8GB റാമും 128GB ഇന്റർണൽ സ്റ്റോറേജുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പ്രൈസിംഗിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഞാൻ പ്രൈസിംഗ് മെൻഷൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5Gക്ക് 17,999 രൂപയും ഇൻഫിനിക്സ് നോട്ട് 12 ടെർബോയ്ക്ക് 13,999 രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത്. രണ്ട് ഫോണും ഔട്ട് ഓഫ് ദ ബോക്സ് റൺ ചെയ്യുന്നത് ആൻഡ്രോയിഡ് 12 ആണ്. ഇനി നമ്മുടെ നോട്ട് 12 പ്രോ 5G നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് MediaTek Dimensity 8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ടെർബോ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് MediaTek Helio G96 ആണ് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ 8 എന്ന് പറഞ്ഞിട്ട് Dimensity 8 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സറിന് 2.5 GHz ആണ് അതിൻ്റെ ക്ലോക്ക് സ്പീഡ്. നമ്മുടെ G96 നോക്കിക്കഴിഞ്ഞാൽ 2 GHz ആണ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സർ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ സംസാരിക്കണം. ഇത് ഭയങ്കര ഓഡായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആസ്ഫാൾട്ട് 9ഉം അതുപോലെ തന്നെ PUBG മൊബൈൽ രണ്ട് ഫോണിലും ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയത് നമ്മുടെ നോട്ട് 12 ടെർബോ, അതായത് G96 പ്രോസസ്സറുള്ള ഫോണിൻ്റെ അകത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, കുറച്ചുകൂടി ഗ്രാഫിക്സും ഡീറ്റെയിൽസും അതിനകത്തുള്ള ഈ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ചെയ്ത് അതേ കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്, കുറച്ച് സെറ്റപ്പായിട്ട് തോന്നുന്നുണ്ട്. അതേസമയം നമ്മുടെ ഈ 5G പ്രോസസ്സറുള്ള 8 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സർ എനിക്ക് അത്ര ഗെയിമിംഗ് പെർഫോമൻസിൽ അത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്ന് തോന്നിയില്ല. ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കുറച്ച് ഭയങ്കര കുഴപ്പമാണ്. രണ്ടും നമ്മൾ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നോട്ട് 12 ടെർബോ ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. നമ്മൾ ഓവറോൾ യൂസേജിൽ അങ്ങനെ വലിയൊരു ഇഷ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്തായാലും ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ കുത്തുന്ന സമയത്തൊന്നും വലിയൊരു പെർഫോമൻസ് ഡിഫറൻസ് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഗെയിമിംഗ് വരപ്പം ക്ലിയർലി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ക്യാമറ, അതായത് നമ്മുടെ നോട്ട് 12 പ്രോ 5Gക്കകത്ത് 108 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ, അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ. ഇനി നമ്മുടെ നോട്ട് 12 ടെർബോ നോക്കിക്കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണുള്ളത്. പിന്നീട് ഒരു AI ലെൻസ് ഉണ്ട് ഓട്ടോ ഫോക്കസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. രണ്ടിലും എടുക്കുന്ന ഫോട്ടോസ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വളരെ ഐഡൻറ്റിക്കൽ ആയിട്ടാണ് തോന്നുന്നത്. രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മൾ പുറത്തേക്കൊക്കെ പോയി ഒന്ന് നല്ലതുപോലെ
ഫോട്ടോസൊക്കെ എടുത്ത് പരീക്ഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് 12 ടെർബോയ്ക്കകത്ത് ഒരു യെല്ലോ ടിൻറ്റ്, അതൊരു മഞ്ഞ കളറിൻ്റെ ഒരു ടിൻറ്റ്, ഒരു മഞ്ഞ കളർ വെച്ച് ഫോട്ടോ മൊത്തം തേച്ചിട്ട് അതിനെ കഴുകി കളഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു എഫക്റ്റാണ് 12 ടെർബോയ്ക്കകത്ത് ഉണ്ടാവുന്നത്. അതെന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ ഫോട്ടോയ്ക്കും അതുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ഭയങ്കര കുറവാണ്, ഫോക്കസിങ്ങും അത്ര നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതേസമയം നമ്മുടെ 108 മെഗാ പിക്സൽ സെൻസറുള്ള നോട്ട് 12 പ്രോ 5G നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസും ഉണ്ട്. ആ ഒരു ടിൻറ്റിൻ്റെ ഇഷ്യൂ ഒന്നുമില്ല. കുറച്ചുകൂടി ബെറ്റർ ഡീറ്റെയിൽസും പെർഫോമൻസും ക്യാമറയുടെ കാര്യത്തിൽ തരുന്നത് ഉറപ്പായിട്ടും നമ്മുടെ നോട്ട് 12 പ്രോ 5G തന്നെയാണ്. വീഡിയോയുടെ കാര്യം പറയുന്ന സമയത്ത് രണ്ടും തരക്കേടില്ലാതെ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5G നോക്കിക്കഴിഞ്ഞാൽ 4K 30 FPS നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം നമ്മുടെ 12 ടെർബോ നോക്കിക്കഴിഞ്ഞാൽ 2K ആണ് 30 FPS നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. രണ്ട് ഫോണിനും 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഒരു ഫ്ലാഷ് എക്സ്ട്രാ അവർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സെൽഫി ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. രണ്ടിലും എടുക്കുന്ന ഫോട്ടോസ് കുഴപ്പമില്ല, രണ്ടും ഒരേപോലെയൊക്കെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ടും അത്യാവശ്യം ഒരു എബോ ആവറേജ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ് കൈൻഡ് സിറ്റുവേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ചില ഭാഗങ്ങളിലെല്ലാം പൊട്ടിപ്പോകുന്നുണ്ട്, അതായത് ഓവർ എക്സ്പോസ് ആയി കളറൊക്കെ മൊത്തത്തിൽ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ നോട്ട് 12 ടെർബോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പിങ്ക് എടുത്തു കഴിഞ്ഞാൽ അത് റെഡ് ആവും, റെഡ് എടുത്തു കഴിഞ്ഞാൽ പിങ്ക് ആവും. അങ്ങനെ കുറച്ച് ഇഷ്യൂസും കളറിൻ്റെ കാര്യത്തിൽ കിട്ടുന്നുണ്ട്, എക്സാക്ട് കളറല്ല. അതേസമയം നമ്മുടെ നോട്ട് 12 പ്രോ 5G നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ് കളേഴ്സ് എല്ലാം. ഫൈനലി നമ്മുടെ ബാറ്ററിയുടെ കാര്യം പറയുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഒരു ടൈ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. രണ്ട് ഡിവൈസിനും 5000 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്, 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഹൈ എൻഡ് യൂസേജ് ആണെങ്കിൽ പോലും ഒരു ഓൾമോസ്റ്റ് ഒരു ഡേ എൻഡ് ആവുന്നത് വരെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. ബാറ്ററിയുടെ കാര്യത്തിലൊന്നും എനിക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂസും തോന്നിയില്ല, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോണ് വിത്ത് ഒരു 33 വാട്ട്സിൻ്റെ ഭയങ്കര വലിയൊരു ഫാസ്റ്റ് ചാർജിങ് ആണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ അത്യാവശ്യം ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഉള്ള ഒരു ഡിവൈസ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇൻഫിനിക്സ് നോട്ട് 12 ടെർബോയും നോട്ട് 12 പ്രോ 5Gയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും എടുത്ത് പറയേണ്ട കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്. നിങ്ങൾ പുറത്തൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഫോണിനും ഒരു കുഴപ്പമില്ല. നല്ല ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാണാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഓവറായിട്ട് ഈ ഒരു ഡിസ്പ്ലേയിൽ റിഫ്ലക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്, ഭയങ്കരമായിട്ട് റിഫ്ലക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ രണ്ട് ഫോണും എടുത്തിട്ട് ഒന്ന് ചരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫിനിക്സ് ടെർബോയിലും അതുപോലെ തന്നെ ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5Gക്കകത്തും ഒരു ഗ്രീൻ ടിൻറ്റ്, ഫോൺ അണച്ചു വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഗ്രീൻ ടിൻറ്റ് അവിടെ സ്ക്രീനിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. എന്തുകൊണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ യൂസ് ചെയ്തത് കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ഗ്രീൻ ടിൻറ്റ് അത് ഫോണിൻ്റെ ആ ഒരു പ്രീമിയം ലുക്കും ആ ഒരു ക്വാളിറ്റിയും ഇല്ലാണ്ടാക്കുന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടെ, കണ്ടോ ലൈറ്റ് അടിക്കപ്പോൾ ആ ഒരു സ്ക്രീൻ ഓഫ് ആണെങ്കിൽ പോലും അത് ബ്ലാക്ക് അല്ല എന്നുള്ള ലെവലിൽ നമുക്ക് മനസ്സിലാവും. ഇനി എടുത്ത് പറയേണ്ട ഒരു നല്ല കാര്യം ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ്. ഇതിൻ്റെ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വന്നിട്ടുള്ളത്. കിഡിലം ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻ്റാണ്, ഒരു രക്ഷയില്ലാത്ത ഫിംഗർ പ്രിൻ്റാണ്. ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഫോണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കണ്ടോ ഇത്രത്തോളം ഫാസ്റ്റായിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് റീഡറാണ്. അത്യാവശ്യം നല്ല അക്യുറേറ്റുമാണ്. അതെനിക്ക് എടുത്തു പറയേണ്ട ഒരു പോയിൻ്റായിട്ട് തോന്നി. ഫിസിക്കലി ഞാൻ പറഞ്ഞിട്ടില്ല, ഫിസിക്കലി പറയത്തിൻ്റെ കാര്യം ആദ്യമേ ഫിസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബോറടിച്ച് പോകുന്നുണ്ട്. ടോപ്പ് സൈഡിലായിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ വോളിയം റോക്കറും ഫിംഗർ പ്രിൻറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പവർ ബട്ടണും, ബോട്ടം സൈഡിലായിട്ട് നമ്മുടെ ടൈപ്പ് സി പോർട്ടും 3.5mm ഓഡിയോ ജാക്ക് പോർട്ടും അതുപോലെ തന്നെ സ്പീക്കർ വിൻസും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സിം ട്രേ വരുന്നത്. ബാക്കിൽ നമ്മുടെ ക്യാമറ മോഡ്യൂളും കാണാനായിട്ട് പറ്റും. പിന്നീട് ഇതിൻ്റെ സ്പീക്കേഴ്സ് നല്ല ലൗഡാണ്, സ്പീക്കേഴ്സ് നല്ല സൗണ്ടുണ്ട്, പക്ഷേ ക്വാളിറ്റി അത്ര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല സൗണ്ടുള്ള സ്പീക്കേഴ്സാണ്, പക്ഷേ ക്വാളിറ്റി കുറച്ച് കമ്മിയാണ്. ഇനി മൊത്തത്തിൽ നിങ്ങളിത് ചൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം. ഇപ്പോഴും 5G എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ലാത്തൊരു കാര്യമാണ്. 5G ലൈക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 2023 എങ്കിലും ആവുമെന്നാണ് ഏകദേശം പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ 5Gക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു 5G എടുക്കണം, പ്രോ 5G എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ക്യാമറ ഓറിയൻറ്റഡ് ഒരു പേഴ്സൺ ആണ്, നിങ്ങൾക്ക് ക്യാമറ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. ആ ഒരു ടിൻറ്റ്, ആ ഒരു യെല്ലോ ടിൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടെർബോ എടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പ്രോ 5G തന്നെ എടുക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇനിയും വേറൊരു കാര്യം, നിങ്ങൾ ഗെയിമിങ് നോക്കുന്നുണ്ട്, ഗെയിമിംഗ്
നിങ്ങളുടെ ഒരു പാർട്ടാണ്. ഞാൻ പൊതുവെ ഗെയിം കളിക്കാറില്ല സ്മാർട്ട് ഫോണിൽ, റിവ്യൂവിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഗെയിം കളിക്കാറുള്ളൂ. അതുകൊണ്ട് ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഞാൻ ഒരിക്കലും ഒരു ഫോൺ വാങ്ങുന്ന സമയം നോക്കാറില്ല. അങ്ങനത്തെ ഒരാളാണെന്ന് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 12 Pro 5G വാങ്ങാം. അല്ല, ഗെയിമിങ് വേണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫിനിക്സ് നോട്ട് 12 ടെർബോ വാങ്ങാവുന്നതാണ്. രണ്ടും തമ്മിൽ കുറച്ച് പൈസയുടെ ഡിഫറൻസ് ഉണ്ട്. അത് ഏതിലൊക്കെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ സൈഡ്, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു 5G പ്രോസസ്സർ സൈഡ്. എന്നാൽ പെർഫോമൻസ് കൂടിയ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയട്ടെ G96 തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. വേറൊരു പരിപാടിയും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ, 2 ഫോണിലും എടുത്തിട്ടുള്ള ക്യാമറ സാമ്പിൾസ് നിങ്ങൾക്ക് നേരിട്ട്, ചിലപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്ന സമയത്ത് അതിനകത്ത് പ്രോസസ്സിങ് വരും, യൂട്യൂബിൻ്റെ പ്രോസസ്സിങ് വരും, അങ്ങനെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങൾക്ക് അതിൻ്റെ റോ ഫോർമാറ്റ്, ആ റോ ഫോട്ടോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം എന്താ പറയട്ടെ ആ ഒരു ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ കണ്ടു നോക്കാവുന്നതാണ്. അതിനകത്ത് മാക്രോ ഷോട്ടിൻ്റെ ഉണ്ട്, ഡെപ്തിൻ്റെ ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്, എല്ലാ ഫോട്ടോസും ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇൻഫിനിക്സ് നോട്ട് 12 Pro 5Gയുടെയും ഇൻഫിനിക്സ് നോട്ട് 12 ടെർബോയുടെയും ഒരു കമ്പാരിസൺ പ്ലസ് റിവ്യൂ ആണ് ചെയ്തത്. ഒരുപാട് നാളായിട്ട് ഈ ഫോൺ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി റിവ്യൂ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ, അടുത്തൊരു ആപ്പ് സീരീസ്, അടുത്തൊരു ഗെയിം സീരീസിൽ, അടുത്തൊരു കിഡിലം ലൈഫ് ഹാക്കുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു സോ മച്ച്.